മാർച്ച് 6-ാം തീയതി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. വാഗമണ്ണിൽ വെച്ച് അയാൾ പിടിയിലായിരിക്കുന്നു. എന്നാണ് അങ്ങോട്ടേക്ക് എത്തിയതെന്ന് പോലീസിന് കൃത്യമായി ധാരണയില്ല. 2 ദിവസം മുൻപ് എത്തിയെന്ന് പ്രതി പറഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അയാൾ രൂപമാറ്റമൊക്കെ വരുത്തി തിരിച്ചറിയപ്പെടരുത് എന്ന നിലയിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിയതാണ്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പിടിയിലാകുന്നു എന്നുള്ളത് പിടിയിലായല്ലോ എന്നൊരു ആശ്വാസം മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് അതിലൊരു വൈകൽ സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരും. അതെ അനുജ, സഹോദരന്റെ റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ സിറിയക് എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഇതിൽ സംഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി KS സുദർശനൻ തന്നെ പറയുന്നത് സാഹസികമായാണ് പിടിച്ചുകൂടിയത്, ഒപ്പം തന്നെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്രത്തോളം വൈകി എന്നുള്ളൊരു ചോദ്യം ഇവരുടെയൊക്കെ തന്നെ മുന്നിലുണ്ട്. കാരണം 28-ാം തീയതി ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തിന് ശേഷം ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് തെളിയിക്കുന്ന ഓരോ സംഭവങ്ങളായിരുന്നു. ഈ യുവജന സംഘടനകൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ഉൾപ്പെടെ ഉണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ച് ജസ്ലിയ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും 3 പേരുടെ ജീവിതത്തിലേക്ക് ഉണർവ് പകരുകയും ചെയ്തത് നമ്മുടെ കേരളത്തിന് തന്നെ മാതൃകയായിരുന്നു. അതിനുശേഷം മലയാളികൾ ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിക്കുകയും എവിടെയാണ് പ്രതി എന്നുള്ള ചോദ്യം ചോദിക്കുകയുമായിരുന്നു. അപ്പോഴും പറഞ്ഞത് ഈ വാഹനം കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് വലിയ കാര്യമായി തന്നെ പറഞ്ഞത്. അപ്പോൾ ആ വാഹനം, ഇടിച്ച വാഹനം കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ വാഹനം ആരുടേതാണെന്നറിയാം, ഒരു ഡോക്ടറുടേതാണെന്നറിയാം, അത് കോട്ടയം സ്വദേശിയുടേതാണെന്നറിയാം, അത് ഓടിച്ചിരുന്നത് സിറിയക്കാണെന്ന് പോലും പോലീസിന് മനസ്സിലായി. പക്ഷേ സിറിയക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത എത്ര ദിവസങ്ങൾ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഏകദേശം 5 ദിവസമായി കാണാമറയത്തായിരുന്നു ഡോക്ടർ സിറിയക്ക്. അന്വേഷിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും ഊർജിതമായ അന്വേഷണം നടക്കുന്നു എന്നുള്ള സാധാരണ ഒരു മറുപടിക്കപ്പുറം പോലീസിനെ ഒന്നും തന്നെ പറയാൻ സാധിച്ചിരുന്നില്ല. ഈ കുടുംബം രംഗത്ത് വരുന്നു. ഇപ്പോഴും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ അനാസ്ഥ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കുടുംബം ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതിന്റെ 2ാമത്തെ ദിവസം ഇപ്പോഴത്തെ സഹോദരന്റെ ഒരു റിസോർട്ടിൽ ഉണ്ടായിരുന്നു ഡോക്ടർ സിറിയക് എന്ന് പോലീസ് പറയുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. രൂപമാറ്റം വരുത്തിയ ആൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപാണ് പോലീസിന്റെ നീക്കം. കാരണം പോലീസിന് തന്നെ വലിയൊരു കളങ്കമായി തീരാവുന്ന ഒരു കേസെന്നും കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളങ്കമായി തീർന്ന ഒരു കേസ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്ര അതിവേഗമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇടിച്ചു തെറിപ്പിച്ച CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വല്ലാതെ ഉള്ളുലയ്ക്കുന്നത് കൂടിയായിരുന്നു. കാരണം ആ കോളേജിലെ ഒരു മിടുക്കിയായ ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം സ്വന്തമായി ജീവിതത്തിൽ ഒരു നിലപാടുണ്ട്. അതിനപ്പുറം എന്താണ് ചെയ്യുന്നത്, ഈ ഒരു പഠനത്തിനപ്പുറം സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തി അങ്ങനെ ജീവിക്കുന്ന ആളായിരുന്നു ജസ്ലിയ. ആ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം കടന്നുപോയത് ഒരു സാധാരണക്കാരനല്ല, അല്ലെങ്കിൽ മുൻ ഒരുപാട് കേസുകളുള്ള അത്തരത്തിലുള്ള ഒരാളുമല്ല, ഒരു ഡോക്ടറായിരുന്നു. ആ ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധയായിട്ടുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിൽ വാഹനം നിർത്താതെ അവിടെ നിന്ന് കടന്നുപോയത് വലിയൊരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞിട്ടും ആ വാഹനം ഉപേക്ഷിച്ച് പിന്നീട് ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നോക്കിയത് ഒരു ഡോക്ടറാണ് എന്നുള്ളത് അത് ഡോക്ടർ സമൂഹത്തിന് തന്നെ എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. രൂപമാറ്റം വരുത്തിയ സിറിയക്കിനെ പിടിച്ചിരിക്കുകയാണ്. ഇനി അങ്കമാലി പോലീസിനെ കൈമാറുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്കമാലി പോലീസ് പോവുകയും അതിൽ കുറച്ചുകൂടി കടുത്ത വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ മുന്നോട്ട് പോയിരുന്നത്. പിതാവിനെ അറസ്റ്റ് ചെയ്തത് ഈ സിറിയക്കിനെ സഹായിച്ചു എന്നുള്ള പേരിലായിരുന്നു, അല്ലെങ്കിൽ സിറിയക്കിലേക്ക് എത്താവുന്ന എല്ലാ വഴികളും അടയ്ക്കുന്നതിന് ജോർജ് മാത്യു ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്ത്. അതിന് തൊട്ടുപുറകെ ഇതാ സിറിയക്കും പോലീസിന്റെ വലയിലായിരിക്കുന്നു. ആ കുടുംബത്തിന് വാഗമണ്ണിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. സാഹസികമായി പിടികൂടുകയായിരുന്നു. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പിടികൂടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.